മലയാളത്തിൽ നിരവധി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാലങ്ങളായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1980 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളെക്കുറിച്ചാണ്. അതിൽ ആ കാലത്ത് ഇറങ്ങിയ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മിക്ക സിനിമകളും മലയാളത്തിലെ ക്ലാസിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളാണ്. വീഡിയോ മുഴുവനായും കാണുക. ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഈ ലിസ്റ്റിൽ എട്ടാമതുള്ളത് 1985 പുറത്തിറങ്ങിയ കാണാതായ പെൺകുട്ടി. സിനിമ സംവിധാനം ചെയ്തത് KN ശശിധരനാണ്. ഈ സിനിമ ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ്. അന്വേഷണത്തോടൊപ്പം തന്നെ വളരെ മിസ്റ്ററി മൂഡിലുള്ള ഒരു ചിത്രം കൂടെയാണത്. ഭരത് ഗോപി, ജയഭാരതി, മമ്മൂട്ടി, തിലകൻ, ജഗതി ശ്രീകുമാർ എന്നിവരാണ് പ്രധാന റോളിൽ. സിനിമ എഴുതിയത് ബാബു മാത്യൂസ് ആണ്. സ്ക്രീൻ പ്ലേയും അദ്ദേഹം തന്നെയാണ്. ദേവദാസ് മേനോൻ്റെയും ഭവാനിയുടെയും മകളായ മിനി സ്കൂൾ എക്സ്കർഷന് പോവുകയും തുടർന്ന് മിസ്സാവുകയും ചെയ്യുകയാണ്. അതിനെ തുടർന്നുള്ള പോലീസ് അന്വേഷണമാണ് സിനിമ. ഈ സിനിമയിൽ ജയഭാരതിയാണ് ഭവാനിയുടെ ക്യാരക്ടറിൽ വരുന്നത്. ഭരത് ഗോപി ദേവദാസ് മേനോനായും മമ്മൂട്ടി രാംമോഹൻ എന്ന കഥാപാത്രമായും സ്ക്രീനിലെത്തുന്നു. ആ കാലഘട്ടത്തിലെ മികച്ച ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലറാണ് കാണാതായ പെൺകുട്ടി. ലിസ്റ്റിലെ അടുത്ത ചിത്രം ഷാജി കൈലാസ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. ജഗദീഷ് തിരക്കഥ എഴുതിയ സിനിമയിൽ സുരേഷ് ഗോപി, രഞ്ജിനി, ലിസി, ബാബു ആൻ്റണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ വന്നത്. GR സുരേഷ് കുമാർ ആയിരുന്നു നിർമ്മാണം. ജോളി എന്ന സ്ത്രീയുടെ കൊലപാതകവും റോയ് എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ തിരോധാനവും അന്വേഷിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ഋഷി മേനോനായാണ് സുരേഷ് ഗോപി ഈ സിനിമയിൽ എത്തുന്നത്. അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നയാളാണ്. ഈ ഒരു അന്വേഷണ വഴിയിൽ നേരിടുന്ന പ്രതിസന്ധികളും ഇതിൻ്റെ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ ഉടനീളം പറയുന്നത്. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിൽ പോകുന്ന സിനിമ. ഷാജി കൈലാസിൻ്റെ മികച്ച സംവിധാനങ്ങളിൽ ഒന്നാണ്. ഈ സിനിമ അക്കാലത്ത് തിയേറ്ററിൽ വിജയവുമായിരുന്നു. നല്ല ത്രില്ലർ സിനിമ കാണുക എന്നുള്ള താല്പര്യത്തിൽ തീർച്ചയായും സമീപിക്കാവുന്ന സിനിമയാണ് ദ ന്യൂസ്. ഇതിലെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വലിയ വഴിത്തിരിവായിരുന്നു. ഒരു ത്രില്ലർ സിനിമയുടെ മൂഡിൽ കഥ പറയുന്ന സിനിമയിൽ കുറച്ച് ഡ്രമാറ്റിക്കായ എലമെൻറ്റുകളും കൂടെയുണ്ട്. ലിസ്റ്റിലെ ആറാമത്തെ ചിത്രം 1989 പുറത്തിറങ്ങിയ CBI സീരീസിലെ രണ്ടാമത്തെ സിനിമ. ചിത്രം ജാഗ്രത. മമ്മൂട്ടി, മുകേഷ്, ജഗതി, പാർവതി, ഗണേഷ് കുമാർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. മധു, SN സ്വാമി കൂട്ടുകെട്ടിൻ്റെ തന്നെയായിരുന്നു ഈ സിനിമയും. സിനിമാ നടി അശ്വതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം CBIയിലേക്ക് എത്തുന്നതും തുടർന്നുള്ള അന്വേഷണ വഴികളുമാണ് ഈ സിനിമ പറയുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലർ മൂഡിൽ സഞ്ചരിക്കുന്ന സിനിമ ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ താല്പര്യമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള ചിത്രമാണ് ജാഗ്രത. കാരണം ഒരു കൊലപാതകവും അതിനെ തുടർന്നുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണ വഴികളുമാണ് ഈ സിനിമ ഉടനീളം പറയുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ട്വിസ്റ്റുകളും ടേണുകളും എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന കാര്യങ്ങളുമൊക്കെ ഈ സിനിമയിലുണ്ട്. മധുവിൻ്റെ മികച്ച സംവിധാന ചിത്രങ്ങളിൽ ഒന്നാണ് ജാഗ്രത. CBI ഡയറക്കുറിപ്പിനോളം അക്കാലത്ത് തിയേറ്ററിൽ വിജയം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് ജാഗ്രത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിൻ്റെ വളരെ ക്ലാരിറ്റിയുള്ള പ്രിൻ്റ് യൂട്യൂബിൽ മാറ്റിനി നൗവിൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. CBI സീരീസിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടെയാണ് ജാഗ്രത. ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രം 1980കളുടെ അവസാനത്തിൽ പുറത്തിറങ്ങിയ ഈ കണ്ണികൂടി. ഈ സിനിമ തിരക്കഥ എഴുതിയത് S ഭാസ്കരചന്ദ്രനും KG ജോർജും ചേർന്നാണ്. സംവിധാനം ചെയ്തത് KG ജോർജ്. KG ജോർജിൻ്റെ വളരെ പ്രത്യേകതയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കൂടെയാണ് ഈ സിനിമ. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നത് സായ് കുമാർ, അശ്വിനി, ശ്യാമോഹൻ, തിലകൻ, മുരളി, ജോസ് പ്രകാശ്, ജഗദീഷ് എന്നിവരായിരുന്നു. ആലപ്പുഴ നഗരത്തിലെ ഒരു വേശ്യ കൊല ചെയ്യപ്പെടുന്നതും അതിനെ തുടർന്ന് സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുള്ള അന്വേഷണവും ആണ് സിനിമയുടെ പ്രമേയം. യവനിക പോലെ തന്നെ ഒരു കുറ്റാന്വേഷണ സിനിമയും കഥാപാത്ര പഠന സിനിമയുമാണ് ഈ കണ്ണികൂടെ. തികച്ചും പഴയ ക്ലാസിക് ആഖ്യാനമാണ്. ദൃശ്യങ്ങളിലൂടെ മാത്രം കഥ പറയുന്ന ഹിച്ച്കോക്കിൻ്റെ ഭാഷയിൽ പ്യുവർ സിനിമ എന്ന് പറയാവുന്ന ശൈലിയാണ്. വളരെ കർക്കശവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിന്നുമുള്ള പോലീസ് നടപടികളാണ് സിനിമ പിന്തുടരുന്നത്. ഇതിലെ നായക കഥാപാത്രമായ രവീന്ദ്രൻ എന്ന പോലീസ് ഓഫീസറായി സായികുമാറാണ് വേഷമിട്ടത്. ഒരു പക്ഷേ തീർത്തും അണ്ടർ റേറ്റഡ് ആയിപ്പോയ മലയാളത്തിലെ കുറ്റാന്വേഷണ സിനിമകളിൽ ഒന്നാണ് ഈ കണ്ണികൂടി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ താല്പര്യമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഈ കണ്ണികൂടി. KG ജോർജിൻ്റെ സിനിമ എന്നുള്ള നിലയ്ക്ക് കൂടെ ഈ സിനിമയെ സമീപിക്കുക. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. KG ജോർജ് സിനിമകളുടെ ഒരു മൂഡ് തന്നെയാണ് ഈ സിനിമയും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വളരെയധികം ഇണങ്ങിയ സ്റ്റോറി ടെല്ലിംഗ് കൂടെയാണ് ഈ കണ്ണികൂടി. ഈ ലിസ്റ്റിലെ നാലാമത്തെ ചിത്രം മറ്റൊരു ക്ലാസിക് സിനിമയാണ്. 1986 പുറത്തിറങ്ങിയ കരിയില കാറ്റ് പോലെ.
പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ വലിയ കാസ്റ്റിംഗ് കൊണ്ടുകൂടെ പ്രത്യേകത നിറഞ്ഞതാണ്. മോഹൻലാൽ, മമ്മൂട്ടി, റഹ്മാൻ, കാർത്തിക, വത്സല മേനോൻ, ഉണ്ണിമേരി, ജലജ, ശ്രീപ്രിയ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. പ്രശസ്തനായ സിനിമാ സംവിധായകൻ ഹരികൃഷ്ണൻ തൻ്റെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നതും തുടർന്നുള്ള അന്വേഷണവുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നത് മോഹൻലാലാണ്. മമ്മൂട്ടിയാണ് ഹരികൃഷ്ണൻ എന്ന സംവിധായകൻ്റെ വേഷത്തിൽ വരുന്നത്. സുധാകർ മംഗളോദയത്തിൻ്റെ ശിശിരത്തിൽ ഒരു പ്രഭാതം എന്ന റേഡിയോ നാടകത്തെ ആസ്പദമാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമയാണ് കരിയിലെ കാറ്റ് പോലെ. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മികച്ച പ്രകടനം സിനിമയുടെ നട്ടെല്ലാണ്. പത്മരാജൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൽ നിന്ന് കുറച്ച് മാറിയുള്ള സിനിമ കൂടിയാണ് കരിയിലെ കാറ്റ് പോലെ. കൃത്യമായിട്ടുള്ള അന്വേഷണവും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ മൂഡും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും മികച്ച പ്രകടനം സിനിമയുടെ നട്ടെല്ലാണ്. ഈ സിനിമയുടെ സംഗീതം ജോൺസൺ ആയിരുന്നു, ഛായാഗ്രഹണം വേണു. ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്ലാസിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ CBI ഡയറിക്കുറിപ്പ്. SN സ്വാമിയുടെ തിരക്കഥയിൽ K. മധു സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ സിനിമ. മമ്മൂട്ടി, സുരേഷ് ഗോപി, ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ, ഉർവശി, ലിസി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ. മലയാളത്തിലെ കുറ്റാന്വേഷണ സിനിമകൾക്ക് പുതിയ മാനം നൽകിയ സിനിമ കൂടിയായിരുന്നു CBI ഡയറിക്കുറിപ്പ്. സ്ഥലത്തെ പ്രമാണിയായ ഔസേപ്പച്ചൻ്റെ മകൻ്റെ ഭാര്യ ഓമന ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ കൊല്ലപ്പെടുന്നതും തുടർന്നുള്ള പോലീസിൻ്റെ അന്വേഷണവും അതിനെ തുടർന്നുള്ള CBIയുടെ അന്വേഷണവുമാണ് സിനിമ പറയുന്നത്. മമ്മൂട്ടി CBI ഓഫീസറായ സേതുരാമയ്യറായാണ് സ്ക്രീനിലെത്തിയത്. മലയാളത്തിലെ ഐക്കോണിക് കഥാപാത്രമായി സേതുരാമയ്യർ പിന്നീട് വാഴ്ത്തപ്പെട്ടു. മമ്മൂട്ടിയുടെ കരിയറിലെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് സേതുരാമയ്യർ. ആദ്യം മുതൽ അവസാനം വരെ ഒരു കുറ്റാന്വേഷണ സിനിമയുടെ മൂഡ് നിലനിർത്തുന്ന CBI ഡയറിക്കുറിപ്പ് അക്കാലത്തെ വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നും കൂടെയായിരുന്നു. ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടെയാണ്. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പവിത്രൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തിയ ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഉത്തരം. ഇംഗ്ലീഷ് സാഹിത്യകാരി ഡാഫ്നെ ഡു മോറിയറിൻ്റെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ ഒരുക്കിയ ഈ സിനിമ അക്കാലത്തെയും എക്കാലത്തെയും മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നാണ്. പത്രപ്രവർത്തകനായ ബാലചന്ദ്രൻ തൻ്റെ സുഹൃത്തും ഗുരുവുമായ മാത്യു ജോസഫിൻ്റെ ഭാര്യയും കവിയത്രിയുമായ സെലീനയുടെ ആത്മഹത്യയെന്ന് സംശയിക്കുന്ന മരണത്തിൻ്റെ കാരണം തേടി അന്വേഷണം ആരംഭിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ബാലചന്ദ്രന് സഞ്ചരിക്കേണ്ടി വരുന്ന വഴികളാണ് ഈ സിനിമ ഉടനീളം പറയുന്നത്. വളരെ ദുരൂഹമായ സാഹചര്യത്തിലൂടെയാണ് ബാലചന്ദ്രൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകന് ഒട്ടും പിടിതരാത്ത കഥാവഴിയും അതുപോലെയുള്ള ഒരു അവസാനവുമാണ് ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ബാലചന്ദ്രനായി മമ്മൂട്ടിയും മാത്യു ജോസഫായി സുകുമാരനും സെലീനയായി സുബർണയും വേഷമിട്ട ചിത്രത്തിൽ കരവന ജനാർദ്ദനൻ നായർ, പാർവതി, ശങ്കരാടി, ഇന്നസെൻ്റ്, ശ്രീരാമൻ, ജഗന്നാഥൻ തുടങ്ങിയ വലിയ താരനിരയുണ്ട്. നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് ഉത്തരം. ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം, അതായത് 1980 ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ചിത്രം മറ്റൊന്നുമല്ല, യവനികയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്ലാസിക് ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ചരിത്രം എടുത്താൽ അതിലൊരു ടെക്സ്റ്റ് ബുക്കാണ്. KG ജോർജ് സംവിധാനം ചെയ്ത് ഭരത് ഗോപി, മമ്മൂട്ടി തുടങ്ങിയവർ നായകന്മാരായെത്തി 1982 പുറത്തിറങ്ങിയ യവനിക. KG ജോർജിൻ്റെ കഥയ്ക്ക് SL പുരം സദാനന്ദനാണ് തിരക്കഥ എഴുതിയത്. ഒരു നാടക സംഘത്തിലെ അഭിനേതാക്കളെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന കഥയാണ് യവനികയിലേത്. ആ നാടക സംഘത്തിലെ തബലിസ്റ്റായ അയ്യപ്പൻ്റെ തിരോധാനമാണ് ഈ സിനിമയുടെ കേന്ദ്രബിന്ദു. തബലിസ്റ്റ് അയ്യപ്പൻ്റെ തിരോധാനം അന്വേഷിക്കാനെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ജേക്കബ് ഇരാളി. വെറുമൊരു കുറ്റാന്വേഷണ ചിത്രം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ കടന്നുവരുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ യാഥാർത്ഥ്യ ബോധമുള്ള കുറ്റാന്വേഷണവും പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സും ഒക്കെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകങ്ങളാണ്. മലയാളത്തിൽ നിന്ന് നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നുകൂടെയാണ് ഈ യവനിക. വെറുമൊരു കുറ്റാന്വേഷണ സിനിമ എന്നതിനപ്പുറത്തേക്ക് മലയാളത്തിൽ ഇറങ്ങിയ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്ലാസിക് സിനിമയിൽ ഒന്നുകൂടെയാണ് യവനിക. തബലിസ്റ്റ് അയ്യപ്പനായി ഭരത് ഗോപിയും ഇൻസ്പെക്ടർ ജേക്കബ് ഇരാളിയായി മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ തിലകൻ, നെടുമുടി വേണു, വേണു നാഗവള്ളി, ജലജ, ജഗതി ശ്രീകുമാർ, അശോകൻ, ശ്രീനിവാസൻ, കുട്ടിയേടത്തി വിലാസിനി തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. യവനിക അക്കാലത്തും പിൽക്കാലത്തും ഇന്ത്യയിലെ മറ്റു പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യാൻ ശ്രമം നടന്നുവെങ്കിലും തബലിസ്റ്റ് അയ്യപ്പൻ്റെ
കഥാപാത്രം ചെയ്യാൻ അനുയോജ്യനായ അഭിനേതാവിനെ കിട്ടാത്തതിനാൽ ആ ശ്രമമെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. ഭരത് ഗോപി അത്രയേറെ നിറഞ്ഞാടിയ കഥാപാത്രമാണ് തബലിസ്റ്റ് അയ്യപ്പൻ. എല്ലാ സിനിമാ പ്രേക്ഷകരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നുള്ള നിലയ്ക്കാണ് യവനികയെ പരിചയപ്പെടേണ്ടത്. വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നുള്ള നിലയിൽ ഒതുങ്ങേണ്ട ഒരു സിനിമയല്ല യവനിക. 1980കളിൽ റിലീസായ മലയാളത്തിലെ മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇതിൽ എല്ലാ സിനിമകളും നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ്. ഇതിൽ മെജോറിറ്റി സിനിമകൾ വലിയ വിഭാഗം പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക.